ഹായ് ഫ്രണ്ട്സ്, പലതരത്തിലുള്ള ഡിജിറ്റൽ ബോർഡുകൾ അതിൻ്റെ സോഫ്റ്റ്വെയറുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഓപ്പൺ ബോർഡ്, ജാം ബോർഡ്, വൺ നോട്ടൊക്കെ നമുക്ക് ബണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്റ്റേണൽ, ഇങ്ങനെ ഒരുപാട് ഡിജിറ്റൽ ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് വളരെ നന്നായിട്ട് എഴുതാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക് ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. പെൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക് ടാബ്ലറ്റ്. അത്തരത്തിലുള്ള ഒരു ഗ്രാഫിക് ടാബ്ലറ്റ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഗ്രാഫിക് ടാബ്ലറ്റ് വാക്കം എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. അപ്പം 1 wacom എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമുക്കൊരു ടാബും അതേപോലെ തന്നെ ഒരു പെന്നും ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളും ഉണ്ടാവും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു ടാബ് ഉണ്ട്. ഇത് നമുക്കൊരു ടാബ് കാണാം. ഇത് ഏറ്റവും സ്മോൾ സൈസാണ്. ഇനി അതിനുള്ളിൽ ഒരു കേബിൾ ഉണ്ട്. കമ്പ്യൂട്ടറിൽ ഗ്രാഫിക് ടാബ്ലറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പെന്നുണ്ട്. ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന പെന്നാണ്. ചില ടാബ്ലറ്റൊക്കെ ഇട്ടാൽ നമുക്ക് അതിനുള്ളിൽ ബാറ്ററി ഇടേണ്ടി വരും അത് വർക്ക് ചെയ്യണമെങ്കിൽ. ഇത് ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു പെന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു മാനുവലാണ്. വാറണ്ടി കാർഡുമാണുള്ളത്. പിന്നെ ഉള്ളത് പെന്നിൻ്റെ ഇങ്ങനെയുള്ള ഒരു നിബിൻ്റെ ഒരു ഇതും നിബ് മാറ്റുന്നൊരു സാധനമാണുള്ളത്. നമുക്ക് ഈ നിബ് നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാറ്റാൻ പറ്റും. എന്നിട്ട് അടുത്ത നിബ് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ടാബ്ലറ്റിൻ്റെ പാക്കിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉബണ്ടുവിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിക് ടാബ്ലറ്റ് ഉള്ളത്. ഇതിൻ്റെ ഈ ഡോട്ട്സ് കാണുന്ന ഈ ഭാഗമാണ് അതിൻ്റെ വർക്ക് ഏരിയ. അപ്പോൾ നമ്മൾ ഈ പെൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പൺ ബോർഡോ അല്ലെങ്കിൽ ജാം ബോർഡോ അങ്ങനെയുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതി ക്ലാസ് എടുക്കുന്നത് പോലെ ഓൺലൈനിൽ ക്ലാസ് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പെൻ ഹോൾഡർ ഉണ്ട്. നമുക്ക് കാണാം ഇതവിടെ ഒരു പെൻ ഹോൾഡർ ഉണ്ട്. നമുക്ക് ഈ പെൻ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഇത് 1 wacom എന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലും വലിയ വിഡ്ത്തും ഹൈറ്റൊക്കെ ഉള്ള ടാബുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് മേടിക്കാവുന്നതാണ്. ഞാനിതിവിടെ USB കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ USB കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇത് ഇപ്പം വർക്കിങ്ങിന് റെഡിയാണ്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ ഉബണ്ടുവിൽ ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഗ്രാഫിക് ടാബ്ലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പിന്നെ ഏതെങ്കിലും ഡ്രോയിങ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഓപ്പൺ ബോർഡ്, ജാം ബോർഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് ഡ്രോ തുടങ്ങിയ ഏത് സോഫ്റ്റ്വെയർ തുറന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എഴുതണമെങ്കിലോ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. വിൻഡോസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകം ഡ്രൈവർ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വാക്കത്തിൻ്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉബണ്ടുവിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട്. ഓപ്പൺ ബോർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ഓപ്പൺ ബോർഡ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് എഴുതി നോക്കുകയാണ്. അപ്പം നമ്മളിവിടെ പെൻ ടാബ്ലറ്റ് കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ വർക്ക് ഏരിയയിൽ അവിടെ മൂവ് ചെയ്യിക്കുമ്പോഴേ അവിടെ ഇങ്ങനെ ആരോ കാണിക്കുന്നത് കാണാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. നമുക്ക് സാധാരണ നമ്മൾ നോട്ടിൽ എഴുതുന്ന പോലെ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതിയാലാണ് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുക. നമ്മൾ ഈ ഒരു ടാബിൽ നോക്കി എഴുതുന്നില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ടാണ് കൃത്യമായിട്ട് എഴുതാൻ പറ്റുക. അപ്പോൾ ഒരു മൗസിൻ്റെ എല്ലാ വർക്കും ഇത് ചെയ്യും. ഇവിടെ എല്ലാം പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിക് ടാബ്ലറ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെയുള്ള ഓൺലൈൻ ഡിജിറ്റൽ ബോർഡുകൾ, ജാം ബോർഡ്, ഓപ്പൺ ബോർഡ്, എക്സ്റ്റേണൽ തുടങ്ങിയ സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിക് ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് വളരെ നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.